ഇപ്പോൾ ജബി മേത്തർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ജബി മേത്തർ. നമസ്കാരം ജബി മേത്തർ. ഈ നടപടി എങ്ങനെയാണ് കാണുന്നത്? മാതൃകാപരമായ നടപടി എന്നാണോ? തീർച്ചയായും മാതൃകാപരമാണ്. കാര്യം 24 മണിക്കൂറിനുള്ളിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു വലിയ സ്ഥാനം തന്നെയാണ്. അത് രാജിവെച്ചു. അതിനുശേഷം മണിക്കൂറുകൾക്കകം എന്ന് തന്നെ പറയാവുന്ന പോലെയാണ് പാർട്ടിയിൽ നിന്നും, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഒരു പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നത് സ്ത്രീപക്ഷ പക്ഷത്ത് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങൾ വിശദമായി പരിശോധിക്കപ്പെടും. അത് പാർട്ടി ചെയ്യും. അതോടൊപ്പം ബാക്കി പാർട്ടി അന്വേഷണം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? പാർട്ടി തീർച്ചയായും അന്വേഷിക്കും എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം. പാർട്ടി അതിന്റെ ഡീറ്റെയിൽസുകളിലേക്കും അതിന്റെ കാര്യങ്ങളിലേക്കും പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ പരാതികളിലേക്കും ഒക്കെ പാർട്ടി തീർച്ചയായും അത് അന്വേഷിക്കപ്പെടണം. പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പാർട്ടിക്ക് വേണ്ടാത്ത MLA എങ്ങനെ തുടരുമെന്നുള്ളൊരു ചോദ്യം ഉണ്ടാവില്ലേ, പ്രത്യേകിച്ച് നിയമസഭയിൽ? അങ്ങനെയുള്ള ഒരു ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ. ഇത് ആരാണ് ചോദിക്കുന്നത്? കുറ്റപത്രവും മൊഴിയെടുക്കലും എല്ലാം കഴിഞ്ഞ മുകേഷ് അവിടെ MLA ആയി തുടരുമ്പോൾ ബ്രിജ്ഭൂഷണെ പോലെയുള്ളവർ അവിടെ പാർലമെന്റിൽ ഒളിമ്പിക്സ് മെഡല് കടലിൽ എറിയേണ്ട സാഹചര്യം വരെ സാഹചര്യം ഉണ്ടായിട്ട് രാജിവെക്കാത്ത ഇതൊന്നും നമ്മൾ ന്യായീകരിക്കുകയല്ല. അവര് ചെയ്യുന്നത് കണ്ടിട്ടല്ല കോൺഗ്രസ് പാർട്ടി തീരുമാനമെടുക്കുന്നത്. പക്ഷെ അവർക്ക് യാതൊരുവിധ റൈറ്റും ഇല്ല ഇതൊന്നും ചോദിക്കാൻ. കോൺഗ്രസ് പാർട്ടി വളരെ മാതൃകാപരമായി തീരുമാനമെടുത്തത് അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവും. ദിവസങ്ങൾക്കകം ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ 6 മാസത്തേക്കാണ് സസ്പെൻഷൻ അല്ലേ ജബി മേത്തർ? ഞാനിപ്പോ അടൂര് ഒരു മഹിളാ സാഹസ് കേരള യാത്രയുടെ ഭാഗമായിട്ട് സ്റ്റേജിൽ ഇരുന്നു കൊണ്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ബാക്കി ഡീറ്റെയിലുകളിലേക്ക് ഞാൻ കണ്ടിട്ടില്ല. ഞാനിവിടെ മഹിളാ സാഹസ് കേരള യാത്രയുമായി അടൂര് മുനിസിപ്പാലിറ്റിയിൽ ഇരുന്നുകൊണ്ട് സ്റ്റേജിൽ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നത് മാതൃകാപരമാണ്. അത് കോൺഗ്രസ് പാർട്ടിക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. സ്ത്രീപക്ഷ നിലപാടുള്ളത് കൊണ്ട് കഴിയുന്നതാണ്. ഓക്കെ, താങ്ക് യു ജബി മേത്തർ. ജബി മേത്തറാണ് നമുക്കൊപ്പം ചേർന്നത്. സ്ത്രീപക്ഷ നിലപാടുള്ളത് കൊണ്ട് മാത്രം കഴിയുന്ന ഒന്ന് എന്നാണ് ഇപ്പോൾ ജബി മേത്തർ വിശദീകരിക്കുന്നത്. പക്ഷേ അപ്പോഴും ചോദ്യം ഇതാണ്, പാർട്ടിക്ക് വേണ്ടാത്ത MLA എങ്ങനെ തുടരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് വേണ്ടതുണ്ട്. മാതൃകാപരമായ ഒരു നടപടി എന്ന മട്ടിലാണ് കോൺഗ്രസ് ഇതിനെ അവതരിപ്പിക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജബി മേത്തറാണ് അതിനോട് പ്രതികരണം. പക്ഷേ പാർട്ടിക്ക് വേണ്ടാത്ത MLA തുടരും. 6 മാസത്തേക്കാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സ്വാഭാവികമായിട്ടും കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത, അതായത് റോഷി, കാര്യങ്ങൾ വ്യക്തമാണ്. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദാറ്റ് ഈസ് നമ്പർ 1. സ്വന്തം മണ്ഡലത്തിലെ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല. പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ CPM-ഉം BJP-യും അനുവദിക്കുകയുമില്ല. പൊതുപരിപാടികളിൽ ഒരിടത്തും പങ്കെടുപ്പിക്കുകയുമില്ല എന്നതാണ് സർക്കാരിന്റെ നിലപാട്. കാരണം ക്ഷണം അയച്ചാൽ ഉടൻ തന്നെ അയക്കുകയും ചെയ്യും. അതിന് തൊട്ടു പിന്നാലെ താങ്കൾക്കെതിരെ ലൈംഗികാരോപണം ഉള്ളതുകൊണ്ട് പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കണം എന്നുകൂടി അറിയിച്ച പരമാവധി നാണക്കേട് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ആ സാഹചര്യത്തിൽ റോഷി പാൽ, ഈ നടപടി വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ കുരുക്കായി മാറുകയാണ് അല്ലേ? അൻകുമാർ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വാഭാവികമായി ഈ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഷൻ ആകുമ്പോൾ അത് ഒരു കാലാവധി വെച്ചിട്ടല്ല ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സാധാരണ ഒരു നിശ്ചിത കാലാവധി, ഒന്നുകിൽ 2 മാസം സസ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ 4 മാസം, അല്ലെങ്കിൽ അന്വേഷണം പൂർത്തിയാകുന്നത് ഒരു സസ്പെൻഷൻ. അങ്ങനെ ഒരു തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇതുവരെ കോൺഗ്രസ് നേതൃത്വം എടുത്തില്ല. ശരി റോഷി, നമുക്ക് തിരിച്ചു കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്.